നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 കഷ്ണം ചിക്കൻ പീസസ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 മീഡിയം സൈസിലുള്ള തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ മിക്സിയിൽ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി, കാരണം 7 പീസല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമ്മളിടുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏകദേശം 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിടുന്നത് 2 സ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിനകത്ത് നമ്മൾ സബോളയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി അത്. അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ചിക്കനിൽ വെള്ളം ഇടാവും, പക്ഷേ എനിക്ക് ഗ്രേവി നല്ലോണം വേണ്ടോണ്ടാ. അപ്പോൾ ഇതാ 2 വിസിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ട് വിസിൽ പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചിക്കൻ പീസസ് ഉണ്ടല്ലോ അതൊന്ന് ഊറ്റിയിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചാറ് ഒരു സൈഡിൽ വെക്കാം കേട്ടോ. ഇനി നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, എണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് നമ്മുടെ ഈ ചിക്കൻ പീസസ് അതിലിട്ടിട്ട് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ചിക്കന് നല്ല അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ടാണ് ഇങ്ങനെ വറുത്തെടുക്കണത്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുത്തിട്ട് വരാം. ചിക്കനൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ വേവിച്ചിട്ടുള്ള ചാറുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ചിക്കൻ ഇതിനകത്ത് കിടന്നൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. ഇത് നിങ്ങൾ നോക്കേണ്ടത് എനിക്ക് പൊട്ടാറ്റോ വറുത്തത് ഇതിൻ്റെ മുകളിലിടുന്നത് ഇഷ്ടമായതുകൊണ്ടാണ്. ഇത് ഓപ്ഷനിലാണ്. ജസ്റ്റ് ഉപ്പും മഞ്ഞളും മാത്രം പൊട്ടാറ്റോയിൽ പറ്റിയിട്ട് ഞാൻ എണ്ണയിൽ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇടണത്. എനിക്ക് ഈ ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. സിമ്പിളല്ലേ കറി ഉണ്ടാക്കാനായിട്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കും കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.